വിശദമായ വാർത്തയിലേക്ക്. KCB ചെയർമാനും CPM സർവീസ് സംഘടനയും തുറന്ന പോരിലേക്ക്. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് MG സുരേഷ് കുമാറിനെ KCB ചെയർമാൻ B അശോക് സസ്പെൻഡ് ചെയ്തു. വിലക്ക് ലംഘിച്ച് സമരം നടത്തിയതിനാണ് നടപടി. ചെയർമാന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതികാര നടപടിയാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നതെന്നും MG സുരേഷ് കുമാർ പറഞ്ഞു. തുടർ നടപടികൾ സംഘടനയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സുരേഷ് കുമാർ പ്രതികരിച്ചു. ഇത് സംഘടനയോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ ഇന്ന പെശകി ചെയ്തു, എൻ്റെ ഓഫീസിലെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഇന്ന വീഴ്ച വരുത്തി, ഇതാണ് എനിക്ക് മെമ്മോ ഓഫ് ചാർജ് തന്നതെങ്കിൽ അത് എൻ്റെ വ്യക്തിപരമായി ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല എന്ന കാര്യം എക്സ്പ്ലെയിൻ ചെയ്താൽ തീരുന്നതേ ഉള്ളൂ. അതേസമയത്ത് ഇത് സംഘടന നടത്തിയിട്ടുള്ള, സംഘടനയുടെ തീരുമാനമനുസരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംബന്ധിച്ചാണ് എനിക്കിപ്പോൾ മെമ്മോ ഓഫ് ചാർജ് തന്നിട്ടുള്ളത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, KCBയുടെ ചെയർമാനും CPM സർവീസ് സംഘടനയും തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ സസ്പെൻഷൻ, അതിനുശേഷം ഇപ്പോൾ മെമ്മോ നൽകിയിരിക്കുന്നു. എന്താണ് നടക്കുന്നത്? KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ശക്തനായ നേതാവാണ് സുരേഷ് കുമാർ. സുരേഷ് കുമാറിനെയാണ് ഇപ്പോൾ KCB ചെയർമാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ് വളരെ പെട്ടെന്ന് ഓഫീസേഴ്സ് അസോസിയേഷനിലെ നിരവധി പ്രവർത്തകർ KCB ഓഫീസിന് മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ ഉടൻ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കോ പ്രത്യക്ഷ പ്രൊട്ടസ്റ്റിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ. കൂടിയാലോചനകൾക്ക് ശേഷം ഇതൊരു വൈകാരിക പ്രകടനമായി എടുക്കേണ്ടതില്ല, ഇത് സംഘടനകൾക്ക് നേരെ, അതായത് KCB ഓഫീസേഴ്സ് അസോസിയേഷന് നേരെയുള്ള തുറന്ന പോരാണ്. അതേ രീതിയിൽ രാഷ്ട്രീയപരമായി തന്നെ കണ്ട് അതിനൊരു മറുപടി നൽകണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ. ഇപ്പോൾ ഇവർ യോഗം ചേരുകയാണ്. തുടർ നടപടികളെല്ലാം ആലോചിക്കാനാണ്. പ്രധാനമായി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നതിന് ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. അതായത് ഉടനടി മറ്റു പല കാര്യങ്ങളും, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടക്കുന്ന സമയത്ത് KCBയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ഘടകകക്ഷി ഭരിക്കുന്ന ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഒരുപക്ഷെ പരിമിതമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വൈകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യം കൂടി കണ്ടിട്ടാണ് പെട്ടെന്നൊരു വലിയ പ്രതിഷേധത്തിലേക്കോ വലിയൊരു വൈകാരിക പ്രകടനത്തിലേക്കോ പോകേണ്ടതില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് ഇവർ എത്തിയത്. എങ്കിലും പ്രതിഷേധമുണ്ടാകും. പ്രതിഷേധം ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അവർ ആലോചിക്കുകയാണ്. എന്തായാലും വളരെ ഞെട്ടലോടുകൂടിയാണ് ഇത്തരമൊരു വാർത്ത ഇവർ കേട്ടത്. കാരണം കഴിഞ്ഞ ദിവസം ജാസ്മിൻ ബാനു, അതായത് KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവായ ജാസ്മിൻ ബാനുവിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് അവർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ KCB ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. അത് വളരെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. കാരണം ആദ്യം വനിതാ സത്യാഗ്രഹമായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ വനിതാ സത്യാഗ്രഹ സമരത്തിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചു ചെയർമാൻ. അതോടുകൂടിയാണ് വളരെ പെട്ടെന്ന് എല്ലാ ജീവനക്കാരും ഒന്നിച്ചൊരു സമരത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ആ ഒരു തീരുമാനം അടിസ്ഥാനത്തിൽ ഇന്നലെ സമരം നടത്തിയിരുന്നു. ഈ സമരത്തിൻ്റെ ഭാഗമായാണ്, ഇത്തരത്തിൽ അനുവാദമില്ലാതെ സമരം നടത്തിയതിനാണ്, വിലക്ക് ലംഘിച്ച് സമരം നടത്തിയതിനാണ് KCB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായ സുരേഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സുരേഷ് പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിക്കൊപ്പം, MM മണി വൈദ്യുതി മന്ത്രിയായപ്പോൾ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അതിന് മുൻപത്തെ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസിനോട് ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രിക്കെതിരെയും സസ്പെൻഷനിലായ സുരേഷ് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മന്ത്രി മുൻകാലങ്ങളിലെല്ലാം താൻ മന്ത്രിയുടെ ഓഫീസുമായെല്ലാം ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. അപ്പോഴെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് KCB. എന്നാൽ ഇന്നലെ മന്ത്രി പ്രതികരിച്ചത് ഇത് കമ്പനി ആയതുകൊണ്ട് തനിക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപും 2013 KCB കമ്പനി ആവുന്നത്. അതിന് മുൻപ് വരെ ബോർഡായിരുന്ന കാലഘട്ടത്തിലും കമ്പനിയായിരുന്ന കാലഘട്ടത്തിലും സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം അല്ലെങ്കിൽ ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞത് എന്നത് എനിക്കറിയില്ല. കൂടാതെ മന്ത്രിക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. മന്ത്രിയെ നേരിട്ട് കണ്ട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, പ്രതികാര നടപടിയാണ് എന്നൊക്കെ സുരേഷ് കുമാർ പറയാനുണ്ടായ സാഹചര്യം എന്താണ്? നേരത്തെ തന്നെ, അതായത് ഫെബ്രുവരിയിൽ ഇവിടെ കഴിഞ്ഞ 1.5 മാസം മുൻപ് KCB ഓഫീസേഴ്സ് അസോസിയേഷനും മറ്റ് 3 സംഘടനകളും കൂടി ചേർന്ന് KCBക്കെതിരെ ഒരു റിലേ സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. അതിൽ സ്വാഭാവികമായി മറ്റു പല കാര്യങ്ങളിലുമാണ്, അതായത് ഓഫീസർമാരോടുള്ള ചെയർമാൻ്റെ സമീപനം, ചെയർമാൻ ചില ഉത്തരവുകൾ ഇറക്കിയത് തുടങ്ങിയ കാര്യങ്ങളിൽ എതിർപ്പായിരുന്നു അന്ന് ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത്. അന്ന് ആദ്യഘട്ടത്തിൽ പലരും ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും
എങ്കിലും ഒടുവിൽ മന്ത്രി ഇടപെട്ട് ചില ഉത്തരവുകളടക്കം, അതായത് അഴിമതി ആരോപണം അടക്കം KCB ചെയർമാൻ ഉന്നയിച്ചിരുന്നു മുൻ കാലഘട്ടത്തിലെ ഭരണസമിതിക്കെതിരെ. ആ വിഷയമെല്ലാം പിൻവലിച്ച്, ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം പിൻവലിച്ച് ഒടുവിൽ ചെയർമാൻ ഈ ഒത്തുതീർപ്പ് സമിതിക്ക് മുന്നിലോ അല്ലെങ്കിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ആവശ്യങ്ങൾക്ക് മുന്നിലോ കീഴടങ്ങേണ്ടി വന്നു. ഒരുപക്ഷെ അതിൻ്റെ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ വിഷയത്തിൻ്റെ ഒരു പ്രതികാര നടപടിയായി ഇത്തരത്തിൽ വീണ്ടും ഓഫീസേഴ്സ് അസോസിയേഷൻ ജീവനക്കാർക്കെതിരെ നിരന്തരമായി നടപടിയെടുക്കുന്നു എന്നാണ് ഈ പ്രതികാര നടപടി എന്നതിലൂടെ അതിലൂടെ ഉദ്ദേശിച്ചത്. എന്തായാലും വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനം. മുൻപെല്ലാം LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ KCB അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് എപ്പോഴും ഭരിച്ചിരുന്നത് CPM മന്ത്രിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ ഇവിടുത്തെ ഏറ്റവും സുപ്രധാന, ഏറ്റവും ശക്തമായ സംഘടനയായിരുന്നു. എന്നാൽ ഇത്തവണ രണ്ടാം പിണറായി സർക്കാരിലാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു LDFിലെ സഹകക്ഷിക്ക് വകുപ്പ് കൈമാറിയത്. അത് മാത്രമല്ല, ഈ KCBയിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഇടത് സംഘടനാ നേതാവാണ് സുരേഷ് കുമാർ. അപ്പം വരും ദിവസങ്ങളിൽ ഈ ഭിന്നത രൂക്ഷമാവുകയല്ലേ ഉള്ളൂ? തീർച്ചയായും ഈ ഒരുപക്ഷെ KCB ഓഫീസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന ഒരു പോസ്റ്റ്, ഒരുപക്ഷെ ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് സുരേഷ്. കൂടാതെ ഈ പറഞ്ഞതുപോലെ രണ്ട് ഘട്ടങ്ങളിലും, അതായത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വൈദ്യുതി വകുപ്പിൽ വൈദ്യുതി മന്ത്രിക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു, മന്ത്രിയുടെ ഓഫീസിലെ സ്റ്റാഫായിരുന്നു. അതിനുശേഷം ഈ UDF സർക്കാർ വന്നപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ നേരിടേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അപ്പോഴും വൈദ്യുതി മന്ത്രിയുടെ സ്റ്റാഫിലെ അംഗമായി വീണ്ടും പ്രവർത്തിച്ചു. അങ്ങനെ അത്രത്തോളം മുതിർന്ന നേതാവാണ്, ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഇപ്പോൾ വന്നപ്പോൾ അടുത്ത റഫറൻഡം നടക്കാൻ പോവുകയാണ്. അതിന് 28-ാം തീയതി KCB ഓഫീസേഴ്സ് റഫറൻഡവും നടക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ആ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയായിരിക്കും ഇത്തരത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാമെന്നുള്ളൊരു ധാരണയിലെത്തിയത്. എങ്കിലും ഒരുപക്ഷെ സംഘടനാപരമായി ഇത്തരത്തിൽ KCB ചെയർമാനെതിരെയുള്ള ഈ ഒരു പ്രതിഷേധങ്ങളും ഈ പ്രൊട്ടസ്റ്റുകളും ഒരു സ്വാഭാവികമായി സംഘടനാപരമായ ഒരു കോർത്തിണക്കത്തിന് ഇവർക്ക് KCB ഓഫീസേഴ്സ് അസോസിയേഷന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഇത് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ ബാധിക്കുക എന്നുള്ളത് നിർണായകമാണ്. ഏറ്റവും മുതിർന്ന നേതാവ്, ഏറ്റവും ശക്തനായിരുന്ന നേതാവ്, അദ്ദേഹത്തിനെതിരെ തന്നെ ആദ്യ നടപടിയെടുത്തിരിക്കുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുത്തതിൽ ജനറൽ സെക്രട്ടറിമാരുണ്ട്, മറ്റ് സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ പ്രസിഡന്റ് എന്ന നിലയിൽ അധ്യക്ഷൻ, അതായത് സമരത്തിന് നോട്ടീസ് നൽകിയ ആളെന്ന നിലയിൽ ആദ്യഘട്ടമായി സസ്പെൻഷൻ നടപടി സ്വീകരിക്കുന്നു. തുടർന്ന് നടപടികളിലേക്ക് പോകാനും ഇത് KCB ചെയർമാൻ വീണ്ടും തുടർന്ന് നടപടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ആ സാഹചര്യം എങ്ങനെ നിയന്ത്രിക്കും അല്ലെങ്കിൽ എങ്ങനെ നേരിടും എന്നുള്ളതും ഇക്കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് എന്തായാലും സംഘടനയുടെ തീരുമാനം. ഇതെന്തായാലും ഉന്നത തലങ്ങളിലേക്ക് ഈ വിഷയം എത്തിക്കും. KCB ചെയർമാനുമായിട്ടുള്ള തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ശരി, നന്ദി ഉമേഷ്. കണ്ണൂരിൽ ചെങ്കൊടിയേറ്റ്. രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. സിൽവർ ലൈൻ വിഷയത്തിൽ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. മതിയായ നഷ്ടപരിഹാരം നൽകി സിൽവർ ലൈൻ പാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി. പാർട്ടി കോൺഗ്രസിന്റെ ആദ്യ ദിവസം തന്നെ സിൽവർ ലൈൻ ചർച്ചയാക്കിയതിനൊപ്പം കണ്ണൂരിലെ സമ്മേളന വേദിയിലെങ്കും സിൽവർ ലൈൻ മുഖ്യ വിഷയമാണ്. സ്വാഗത സംഘം ചെയർമാൻ കൂടിയായ പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം ആമുഖമായി തന്നെ സൂചിപ്പിച്ചു. സംസ്ഥാനത്തെ വിവാദ വിഷയമായി സിൽവർ ലൈൻ പദ്ധതി വികസന മുദ്രയായിട്ടാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടിയത്. We are also trying our best to implement the semi-high-speed rail system, making possible travel from the southernmost district to the northernmost district in Kerala in a time span of 4 hours, by making all efforts to get to the approval from the central government. പദ്ധതിക്കെതിരായ സമരങ്ങൾ പരാമർശിച്ച മുഖ്യമന്ത്രി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മതിയായ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞു. Government believes in developing infrastructure while doing justice by ensuring fair compensation to people who have to move out of their homes. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് CPM ദേശീയ നേതൃത്വത്തിന്റെ നിലപാടിൽ വ്യക്തത വരാനിരിക്കുന്നതിനിടെയാണ് വികസന നേട്ടമായി തന്നെ പദ്ധതി മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ ആദ്യ ദിനം തന്നെ കേരളയിൽ ചർച്ചയായതിനൊപ്പം പാർട്ടിയുടെ പ്രചരണ ബോർഡുകളിലെല്ലാം സിൽവർ ലൈൻ പദ്ധതി ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിലെ CPMന്റെ തീവ്ര വലതുപക്ഷവൽക്കരണത്തിന്റെ തെളിവാണ് കോർപ്പറേറ്റ് താൽപര്യമുള്ള കേരയിൽ പദ്ധതി എന്നതാണ് വിമർശകരുടെ വാദം.
മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയെ ദേശീയ തലത്തിൽ തന്നെ എതിർക്കുന്ന CPM നേതൃത്വം കേരളത്തിലെ സിൽവർ ലൈൻ പദ്ധതിയെ എങ്ങനെ ന്യായീകരിക്കുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും മനു ബാലകൃഷ്ണനൊപ്പം TG സജിത്, ന്യൂസ് 8. കേരളത്തിലെ എല്ലാ പദ്ധതികൾക്കും എതിരായി നിലപാടെടുത്ത ആളാണ് പിണറായി വിജയനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം കോൺഗ്രസിനെ വികസനം പഠിപ്പിക്കേണ്ട, നിത്യച്ചെലവിന് പണമില്ലാത്ത അവസ്ഥയിലാണ് സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവരുന്നത്. സിൽവർ ലൈനിന്റെ പുറകെ പോകാതെ സംസ്ഥാനം ഭരിക്കണമെന്നും VD സതീശൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും വിഴിഞ്ഞം പോർട്ടിനും ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികൾക്കും എതിരായി നിലപാടെടുത്തയാളാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഞങ്ങളെ വികസനം എന്താണ് എന്ന് പഠിപ്പിക്കാൻ മുന്നോട്ട് വരണ്ട എന്നാണ് പറയാനുള്ളത്. ഇത്രയും പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയുള്ള ഈ കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ലാത്ത, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പോലും പണമില്ലാത്ത ഈ സംസ്ഥാനത്ത് എന്തിനാണ് വാശി പിടിക്കുന്നത്? ഈ 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതി കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന്റെ പിറകിലുള്ള അഴിമതിയാണ്. അതിന് ഞങ്ങളെ വികസന വിരുദ്ധരായി മുദ്ര കുത്തണ്ട. BJPയെ പരാജയപ്പെടുത്താൻ വിശാല മതേതര ബദലിന് ആഹ്വാനം ചെയ്ത് പാർട്ടി കോൺഗ്രസിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് കോൺഗ്രസും പ്രാദേശിക പാർട്ടികളും തീരുമാനിക്കണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തിയതോടെയാണ് പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. CPI ജനറൽ സെക്രട്ടറി D. രാജ പാർട്ടി കോൺഗ്രസിനെ അഭിവാദ്യം ചെയ്തു. BJPയെ പരാജയപ്പെടുത്താൻ സാധ്യമായ എല്ലാ വഴികളും തേടണമെന്ന് പാർട്ടി കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം BJPയെ പരാജയപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കഴിയില്ല. CPMഉം മറ്റു ഇടതു പാർട്ടികളും ശക്തിപ്പെടണം. ഒപ്പം മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാ പാർട്ടികളുടെയും യോജിപ്പുണ്ടാകണമെന്നും സീതാറാം യെച്ചൂരി. It is essential that the BJP has to be isolated and defeated, but it will have to be undertaken by conducting sustained efforts in the political, ideological and cultural social spheres. RSSനെ പരാജയപ്പെടുത്താൻ പുരോഗമന മതേതര ശക്തികളുടെ കൂട്ടായ്മയ്ക്കൊപ്പം ഇടതു പാർട്ടികളുടെ തത്വാധിഷ്ഠിതമായ ഏകീകരണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയായിരുന്നു D. രാജയുടെ അഭിവാദ്യ പ്രസംഗം. It is the left alone that can ideologically challenge and defeat the RSS, providing an alternative. We should provide an alternative. നേരത്തെ നയനാർ അക്കാദമിയിലെ പ്രതിനിധി സമ്മേളന നഗരിയിൽ S. രാമചന്ദ്രൻ പിള്ള പാർട്ടി പതാക ഉയർത്തി. പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നയങ്ങളും അടവ് നയങ്ങളും അതുതന്നെയാകും പാർട്ടി കോൺഗ്രസിലെ പ്രധാന ചർച്ച. അത് വ്യക്തമാക്കുന്നതായിരുന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ സീതാറാം യെച്ചൂരി നടത്തിയ പരാമർശങ്ങൾ. സമ്മേളനവേദിയിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. BJPയാണ് മുഖ്യ ശത്രുവെന്ന CPM നിലപാടിൽ അഭിമാനമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. CPM ഗുണ്ടായിസത്തെ നേരിടാൻ BJPക്ക് കഴിയൂ. CPMന്റെ ജനവിരുദ്ധ നിലപാടുകളെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയില്ല. PBയിൽ ദളിത് നേതാവിനെ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ സീതാറാം യെച്ചൂരി പറയുന്ന ന്യായങ്ങൾ അപഹാസ്യമാണ്. CPMന്റെ സ്ത്രീപക്ഷ നിലപാട് ശബരിമല, സിൽവർ ലൈൻ വിഷയങ്ങളിൽ കണ്ടതാണെന്നും V. മുരളീധരൻ വിമർശിച്ചു. എനിക്ക് വളരെ അഭിമാനമുണ്ട് CPMന്റെ മുഖ്യ ശത്രുവായിട്ട് അവർ BJPയെ കാണുന്നു എന്നുള്ളത്. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി എന്താണോ അതിന് നേരെ ഘടകവിരുദ്ധമാണ് BJP. ആ പാർട്ടി തന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് പാർട്ടി കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു സ്ഥിതിയിലായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി, ആ പാർട്ടി CPMനെതിരായിട്ട് നിൽക്കുമെന്നോ CPMന്റെ അക്രമത്തെ തടയുമെന്നോ CPMന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള നിലപാടുകൾക്കെതിരായിട്ട് നിലപാടെടുക്കുമെന്നോ ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. മാഷിന്റെ മനസ്സിൽ എന്ത്? കോൺഗ്രസിനെ കൈവിട്ട് KV തോമസ് പാർട്ടി കോൺഗ്രസ് സെമിനാറിന് എത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ KV തോമസ് നാളെ നിലപാട് വ്യക്തമാക്കും. KV തോമസ് സെമിനാറിൽ എത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPM നേതാക്കൾ. എന്നാൽ പാർട്ടി തീരുമാനത്തിൽ KV തോമസ് ഉറച്ചു നിൽക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം.
ഹൈക്കമാൻഡിനെയും സംസ്ഥാന നേതൃത്വത്തെയും തള്ളി CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ KV തോമസ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. സെമിനാറിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇന്നും മനസ്സു തുറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നാളെ 11 മണിക്ക് കൊച്ചിയിൽ വിളിച്ചു ചേർക്കുന്ന വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കാനാണ് KV തോമസിന്റെ തീരുമാനം. പാർട്ടി നോക്കിയല്ല, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സംബന്ധിച്ച് അറിവുള്ളതിനാലാണ് സെമിനാറിന് ക്ഷണിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. KV തോമസ് സെമിനാറിനെത്തുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് CPM നേതാക്കൾ. ലോകപ്രശസ്തനായ ശശി തരൂരിനെയും മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെയും ഞങ്ങൾ ക്ഷണിച്ചത്. അദ്ദേഹം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളും വളരെ പ്രതീക്ഷയാണ് പാർട്ടിയിൽ അർപ്പിക്കുന്നത്. അതിനനുസരിച്ച് ഇനി പലരും വരും, ഒഴുക്ക് തന്നെ ഉണ്ടാകും ബഹുജനങ്ങൾ. പാർട്ടി എടുത്ത തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു. കേരളത്തിലെ പാർട്ടിയോ ദേശീയ തലത്തിൽ പാർട്ടിയോ ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നെനിക്ക് ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം അതിലെ നിൽക്കുകയുള്ളൂ. അദ്ദേഹം കോൺഗ്രസിന് ദോഷകരമായ ഒരു കാര്യവും ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. CPMന്റെ പ്രണയ തട്ടിപ്പിൽ KV തോമസ് കുടുങ്ങരുതെന്ന് ചെറിയാൻ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. പ്രണയം അഭിനയിച്ച് അടുത്തുകൂടി രക്തം ഊറ്റി കുടിച്ച ശേഷം വലിച്ചെറിയുന്ന രക്തരാക്ഷസനാണ് CPM എന്നും ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. വയനാട് മാനന്തവാടിയിൽ RT ഓഫീസ് ജീവനക്കാരുടെ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ചു കുടുംബം. ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം കാരണമാണ് ആത്മഹത്യയെന്ന് സഹോദരൻ നോബിൾ പറഞ്ഞു. മാനന്തവാടി സബ് RTO ഓഫീസിലെ സീനിയർ ക്ലർക്ക് സിന്ധുവിനെയാണ് ഇന്ന് രാവിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രതീഷ് വാസ്തവൻ ചേരുന്നു. രതീഷ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയാൻ കാരണം? കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, തീർച്ചയായും ബന്ധുക്കളുടെ പരാതിയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തെ ശക്തമാക്കുന്നത്. കാരണം സിന്ധു ഇതിനു മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ തനിക്ക് താൻ ഓഫീസിൽ വല്ലാതരത്തിൽ ഒറ്റപ്പെടുത്തുന്നതായും ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ താൻ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തന്നെ ഒറ്റപ്പെടുത്തുന്നതായും പറഞ്ഞിരുന്നതായാണ് സഹോദരങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കൊടുങ്ങനെയുള്ള ഈ മരണത്തിൽ അവർ ദുരൂഹത ആരോപിച്ച് മാനന്തവാടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. എന്നാൽ ജോയിന്റ് RTO വിനോദ് കൃഷ്ണ പറയുന്നത് ഓഫീസിൽ അത്തരത്തിൽ യാതൊരു പരാതികളും ഒരു ആശങ്കകളും ഉണ്ടായിരുന്നില്ല. വളരെ സൗഹാർദ്ദപരമായ ഓഫീസ് അന്തരീക്ഷമായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും വളരെ ആഹ്ലാദവതിയായിട്ടാണ് അവർ ഓഫീസിൽ നിന്ന് പോകുന്നത്. എന്താണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അറിയില്ല. എന്തായാലും ഇത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരം പരാതികളൊന്നും തന്നെ മറ്റു ജീവനക്കാരെ പറ്റിയൊന്നും സിന്ധുവിന്റെ പക്കൽ നിന്ന് ലഭിച്ചിരുന്നില്ല. വളരെ വികലാംഗയായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹാൻഡികാപ്ഡ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സൗഹാർദ്ദപരമായ സമീപനമായിരുന്നു സിന്ധുവിനോടും ഓഫീസിലെ മറ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നതാണ് വിനോദ് കൃഷ്ണയുടെ വ്യക്തമാക്കൽ. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സിന്ധുവിന്റെ ആത്മഹത്യാക്കുറിപ്പും മറ്റും ലഭിച്ചിട്ടില്ല. പോലീസ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. അതിനുശേഷമായിരിക്കും മറ്റ് കൂടുതൽ ഇത്തരം ബന്ധുക്കളുടെ ആരോപണങ്ങൾക്ക് പിന്നിലുള്ള വസ്തുതകൾ കൂടുതൽ വ്യക്തമാകും. ശരി, നന്ദി രതീഷ്. മൂവാറ്റുപുഴയിൽ കുട്ടികൾ മാത്രമുള്ള വീട് ജപ്തി ചെയ്ത ബാങ്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. സഹകരണ മന്ത്രി BN വാസവനാണ് സഹകരണ സംഘം രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത്. ജപ്തി നടപടി സ്വീകരിക്കുമ്പോൾ താമസിക്കുന്നതിനുള്ള പകരം സംവിധാനം കണ്ടെത്തണമെന്ന സർക്കാർ നിർദ്ദേശം ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. ഇടവേള. ചക്ക കൊണ്ട് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാം? 450-ൽ പരം എന്ന് കേട്ടാൽ ആശ്ചര്യപ്പെടേണ്ട വൈവിധ്യമാർന്ന ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കി സർക്കാരിന്റെ അവാർഡ് നേടിയ ഒരു സ്വയം സംരംഭകയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. R രാജശ്രീ, സ്വാഗതം. നമസ്കാരം. ആദ്യമേ ആശംസകൾ അറിയിക്കുന്നു. സർക്കാരിന്റെ അങ്ങനെ ഒരു ബഹുമതി നേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു സന്തോഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ? പ്രതീക്ഷിച്ചിരുന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പുരസ്കാരം ലഭിക്കുമെന്നുള്ളത്? താങ്ക് യു മാം. അവാർഡ് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു 5-6 വർഷമായിട്ടുള്ള ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും അതിൽ നന്നായിട്ട് വരുന്ന കുറേ വിഭവങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് അതിൽ നിന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഇത് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ചക്കയിലേക്ക് എത്തിയത്? ചക്ക കൊണ്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കാം എന്ന ആശയത്തിലേക്ക്? ഞാൻ ഗ്രാമപ്രദേശത്ത്
ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അവിടെ ധാരാളമായിട്ട് ചക്ക ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംരക്ഷിക്കപ്പെടണമെന്നൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ നാട് വിട്ട് പുറത്തു പോയ ശേഷം തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ചക്ക നിറയെ പഴുത്ത് വീഴുന്ന കണ്ട്, അപ്പോൾ അതിൽ ഏറ്റവും വലിയ ജൈവഫലമായ ചക്ക ഇങ്ങനെ നശിച്ചു പോകുന്ന കണ്ടിട്ട് അതിനെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചെടുത്ത് നമുക്ക് നല്ലൊരു ആഹാരമായിട്ട് പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കണമെന്നുള്ളൊരു ചിന്തയിൽ തുടങ്ങിയതാണ്. പിന്നീട് എപ്പോഴാണ് ഈ വിപണനത്തിലേക്കൊക്കെ പോയത്? ഇപ്പോൾ സ്വന്തം ആവശ്യത്തിനായിരുന്നു ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അല്ല, നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇത് സംസ്കരിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും വിഭവങ്ങൾ തയ്യാറാക്കാം. പിന്നെ അതിനെ നമ്മൾ വിപണനം ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കി നമ്മുടെ നാട്ടുംപുറത്ത് ഇങ്ങനെ കളയുന്നത് അതിൽ കൂടുതൽ സ്ത്രീകൾ അതിലേക്ക് വരണം എന്നൊരു താല്പര്യത്തോടു കൂടി തന്നെയും അതിനെ സംരക്ഷിക്കണം, അതിനെ നല്ല രീതിയിൽ എടുക്കണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി തുടങ്ങിയതാണ്. തുടക്കത്തിൽ എന്തൊക്കെ വിഭവങ്ങളായിരുന്നു ഈ ചക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? തുടക്കം എനിക്ക് പാസ്ത ഉണ്ടാക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇതിനെ സമീപിച്ചത് തന്നെ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഒരു 27 വർഷം മുന്നേയൊക്കെ അമ്മ അത് ഉണങ്ങിത്തരുമ്പം അതിനൊരു ഉണക്കൽ മണം ഉണ്ടായിരുന്നു. അപ്പം അതിനെ മാറ്റിയെടുത്താൽ നമുക്ക് ഈ മൈദയ്ക്കും ആട്ടയ്ക്കും പകരമായിട്ട് അതിനെ ഉപയോഗിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് കായംകുളം KVKയിൽ ഈ ചക്കയുടെ ഉണങ്ങുന്ന രീതി പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചക്ക ഉണങ്ങുന്ന രീതി മനസ്സിലാക്കി. പിന്നീട് ചക്കയുടെ പാസ്ത ശ്രീകാര്യം CTCRയുടെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ കപ്പയുടെ പാസ്ത ഉണ്ടാക്കുന്ന മെഷീനിൽ കോൺട്രാക്ട് റിസർച്ച് പ്രകാരം ചെയ്തെടുത്തു. പിന്നെ അവിടെ തന്നെയാണ് കപ്പയുടെ പ്രോഡക്ട്സ് ചെയ്യുന്നത്. അങ്ങനെ ചക്കയിൽ നിന്നും അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ചെയ്തെടുത്തു. ഇതിൽ എത്ര പഠനം നടത്തി? സ്വാഭാവികമായിട്ട് ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പഠിക്കണമല്ലോ ഒരുപാട്. അല്ല, അങ്ങനെ പഠനം ഞാൻ കൂടുതൽ ഈ ചക്ക ഉണങ്ങുന്നത് മാത്രമേ പഠിക്കാൻ പോകുള്ളൂ. ബാക്കിയൊക്കെ എനിക്കൊരു ചക്ക ഏത് തരം ഇടിച്ചക്കയായാലും ഒരു ചെറിയ കഷ്ണം ചക്കയായാലും അത് കിട്ടുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് ഉള്ള ഒരു ചിന്ത വരും അന്നേരം. അപ്പം അത് ഞാൻ രാത്രി 12 മണി വരെ ആയാലും അവിടെ നിന്ന് അങ്ങ് ചെയ്യും. അത്രയും സാധനം അങ്ങ് ചെയ്തെടുക്കും. ഈ ഐഡിയാസ് ഞാൻ ഈ ലിസ്റ്റ് കണ്ടിട്ട് ആകെ ടെൻഷനായി പോയി. ബർഗർ, ഷവർമ, ചോക്ലേറ്റ്, അതുപോലെ ഇടിയപ്പപ്പൊടി, പുട്ടുപൊടി, ഈ പൊടികളൊക്കെ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ട്. ഇതിലെ കൂടുതൽ ഞെട്ടലുണ്ടാക്കിയ സോപ്പ്, ടൂത്ത് പൗഡർ, കൺമഷി, ഇതൊക്കെ എങ്ങനെയാണ്? ആ ഐഡിയാസ് ഒക്കെ ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതൊക്കെ എത്ര എളുപ്പമായിരുന്നു? അല്ല, അത് എനിക്കിത് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കുട്ടികൾക്ക് ഈ ബർഗർ, പാസ്ത, ഷവർമ അതിനോടൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്നുള്ള ഉദ്ദേശത്തിലാണ് കൂടുതലായിട്ട്. അപ്പോൾ ബാക്കി കുട്ടികൾക്കും അത് പ്രയോജനപ്പെടും, ആ രീതിയിലാണ് തുടങ്ങിയത്. പിന്നെ അപ്പോൾ നമ്മൾ ചക്ക എടുക്കുമ്പം അത് ഒന്നും വേസ്റ്റ് ആക്കാതെ എല്ലാം, എനിക്ക് ഒന്നാമത് വേസ്റ്റ് കളയാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതെല്ലാം എടുക്കാമെന്നുള്ള രീതിയിൽ ചക്കയുടെ മുള്ളുകൊണ്ട് ദാഹശമനി, അപ്പോൾ ആ മുള്ള് ഞാൻ ഉണക്കി പൊടിച്ചിട്ട് പല്ല് തേക്കുന്ന പൊടി അങ്ങനെയൊക്കെ തയ്യാറാക്കി. ആ വെള്ളത്തിന് ചക്കയുടെ രുചി ഉണ്ടാവോ? ഇല്ല, വലിയ രുചിയൊന്നുമില്ല. നമ്മൾ അതിന്റെ കൂടെ ബാക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനം, മല്ലി, ഏലക്ക, ചുക്ക് അതെല്ലാം ചേർക്കാം. എന്ത് വേണമെങ്കിലും ചേർക്കാം, ഇഷ്ടമുള്ള രാമച്ചം എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് പെട്ടെന്ന് ജൈവമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ്? അത് ഞാൻ ഒരു പ്രിസർവേറ്റീവ്സ് എൻ്റെ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. എത്ര ദിവസം ഇരിക്കുന്നോ അത്രയും ദിവസമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആഹാരമായിട്ട് ചെയ്യുന്നതെല്ലാം നമ്മളിപ്പം ഷവർമ, കുബൂസ്, പിന്നെ ബർഗർ, ചക്കപ്പൊതി ഇതെല്ലാം നമ്മൾ അത് ആ ഓർഡർ അനുസരിച്ച് 4-5 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അല്ലാത്ത പൊടികളെല്ലാം നമ്മൾ 6 മാസത്തിൽ കൂടുതൽ പൊടികളിരിക്കും. പക്ഷേ ഈ ചക്കയൊക്കെ ഞാൻ ഉണങ്ങി സൂക്ഷിക്കുന്ന 1 വർഷത്തിലേറെ ഇരിക്കും. ഒരു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ ചക്കയുടെ എല്ലാം ഉപയോഗിക്കും? എല്ലാം ഉപയോഗിക്കും. അത് എങ്ങനെയാണ് ആ ഒരു ടൈമിലേക്ക് എത്തിയത്? ഇപ്പം നമ്മൾ തുടക്കത്തിൽ ഒരു പക്ഷേ ചക്കച്ചോള ഇല്ലെങ്കിൽ കുരു അതായിരിക്കുമല്ലോ, പിന്നീട് എപ്പോഴാണ് എല്ലാം ഉപയോഗിക്കുന്നതിലേക്ക് എത്തിയത്? നമ്മളിപ്പം അത് എല്ലാ ദിവസവും നമ്മളിപ്പോൾ യൂണിറ്റിൽ എടുക്കുമ്പം എല്ലാം ഒന്നും അന്നേരം ഉപയോഗിക്കത്തില്ല. അവർ ചക്കച്ചോള മാത്രം എടുക്കും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ഇതെല്ലാം നമുക്ക് കുറച്ച് വേണ്ടുന്ന മുള്ളൊക്കെ കഴുകി എടുത്ത് ഉണങ്ങി വെക്കും. അങ്ങനെ ചെയ്യും. പിന്നെ ബാക്കി നമ്മൾ കാലിത്തീറ്റയ്ക്ക് ഉണങ്ങും. ബാക്കി വേസ്റ്റ് വരുന്നത് കാലിത്തീറ്റയ്ക്ക് ഉണങ്ങും. അങ്ങനെ എടുക്കും. എവിടുന്നാണ് ഇങ്ങനൊരു ആശയം എന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ ഉപയോഗിച്ച് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്താം എന്നൊക്കെ ഉള്ളത്? അത് കുക്കിംഗ് ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് അമ്മയൊക്കെ നന്നായിട്ട് ചെയ്യും. അപ്പൊ നമ്മളും അത് കണ്ടുപഠിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ ശേഷം ഇങ്ങനെ പരീക്ഷിച്ച് നോക്കും. അപ്പൊ അങ്ങനെ അതിലൊരു ഇൻട്രസ്റ്റ്. അത് ഞാൻ ചക്കയും ഇപ്പൊ എന്ത് സാധനം കിട്ടിയാലും ചെയ്തു നോക്കും. ഒറ്റയ്ക്കായിരുന്നു ഇതൊക്കെ ചെയ്തോണ്ട്? അതല്ല, ഇത് പരീക്ഷണമല്ല. ഞാൻ എനിക്ക് അന്നേരം സ്വതന്ത്രമായിട്ട് നിന്ന് അത്രയും സമയത്തിനുള്ളിൽ വേഗം അത് ചെയ്തു തീർക്കണം.
അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ കൂടെ സഹായിക്കാൻ? അല്ല, എനിക്ക് യൂണിറ്റിൽ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം 8 സ്ത്രീകളും 2 പുരുഷന്മാരോളം ഉണ്ട് യൂണിറ്റിൽ. അവർ നന്നായിട്ട് സഹായിക്കുന്നു. അവരാണ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് തരുന്നത്. പക്ഷെ പിന്നെ ബാക്കി നമ്മളിപ്പം എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ചെയ്ത് നോക്കുന്നതും ചക്കപ്പൊതി ബർഗറൊക്കെ തയ്യാറാക്കുന്നതും ഞാൻ തന്നെ ചെയ്യും. പിന്നെ കുട്ടികൾ അവരാണ് അതിന്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പറയുന്നത്. ഭയങ്കര കൗതുകമായിരിക്കും. അല്ല, അവർക്ക് ഇഷ്ടമാണ്. അവർ മറ്റേ അല്ലാതെ ചക്കയൊന്നും കഴിക്കത്തില്ല. ഈ ചോക്ലേറ്റ് ബർഗർ ഷവർമയൊക്കെ കഴിക്കും. അതാണ് ഈ ചക്ക ഒരുപാട് വീട്ടിൽ ഉള്ളത് കൊണ്ടായിരിക്കും ഒരുപാടൊന്നും ആരും ഒത്തിരി കഴിക്കില്ല, എപ്പോഴും കിട്ടുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആക്കുമ്പോൾ കൂടുതൽ വിൽപ്പന നടക്കുന്നുണ്ടോ അതിൽ? ഉണ്ട്. അത് ഇൻട്രസ്റ്റോടുകൂടി തന്നെ പുതിയ തലമുറയിലുള്ളവർ വന്ന് വാങ്ങുന്നുണ്ട്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. പിന്നെ ഈ ഉണങ്ങി വെക്കുന്നത് എല്ലാവരും പുട്ടുപൊടി ഇടിയപ്പം പൊടിയൊക്കെ ആയിട്ട് തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്, ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് ഓർഗാനിക് റൈസ് ഉണ്ട്, അതിൻ്റെ അരിപ്പൊടി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയൊക്കെ ഉണ്ട്. പിന്നെ ബനാന, അത് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എല്ലാം അങ്ങ് ചെയ്തെടുക്കും. അങ്ങനെ ഇപ്പം അരിയാണെങ്കിൽ ഇപ്പം നമ്മൾ ഞവരയാണ് ചെയ്ത്, അതിൻ്റെ ഗാബ റൈസ് ചെയ്ത മുളപ്പിച്ചുള്ള അത് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ആ ഞവരയുടെ അരിയും അത് ഉമ്മാ നെല്ലിൻ്റെ അരിയും ഉണ്ട്, അതിൻ്റെ അരിപ്പൊടി സ്റ്റീം മെയ്ഡ് ചെയ്യും. അങ്ങനെ ഓരോന്ന്. പിന്നെ ഉമ്മിക്കരി, അതിൻ്റെ ഉമ്മിക്കരിയും ചെയ്യും. പിന്നെ വാഴയ്ക്കത്തൊല്ലി, നമ്മുടെ പഴത്തിൻ്റെ തൊല്ലി വെച്ച് ഉമ്മിക്കരി ചെയ്യും. ഇതില് ചെയ്തതില് ഇപ്പം ഈ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക ചെയ്തതെന്ന് പറയാൻ പറ്റില്ല, കണ്ടുപിടിച്ചതിൽ ഏറ്റവും സന്തോഷം ഇപ്പൊ എല്ലാത്തിലും ഉണ്ടാവും, പക്ഷെ എന്നാലും കുറച്ചുകൂടി സന്തോഷവും ആൾക്കാർ സന്തോഷവും അറിയിച്ചതും ഏത് പ്രൊഡക്റ്റിലായിരുന്നു? ബർഗർ പാസ്തയൊക്കെ ആദ്യം ഇതൊരു 5 വർഷം മുന്നേ ചെയ്തതായിരുന്നു. അപ്പൊ അതിലെ 5 വർഷം ഇത് ഞാൻ തുടങ്ങിയ സമയത്ത് ആദ്യം തന്നെ ഞാൻ കായംകുളം KVKയിൽ ഇങ്ങനെ പോയപ്പോഴും ഞാൻ ഇങ്ങനെ ചെയ്യാവോ എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷേ നല്ല ക്വാളിറ്റിയിൽ ചക്ക ഉണങ്ങാനുള്ളതും പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതിനുശേഷം ഒരു മത്സരം വന്നപ്പോൾ അങ്ങനെ മാം പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരു 10-12 ഐറ്റംസ് എൻ്റെ സ്വന്തം ഐഡിയയിലുള്ളത് ചെയ്തുകൊണ്ട് പോയി. അങ്ങനെ അതിനുള്ള ചെലവുകൾ കൂടുതലാണോ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി സാധനമൊക്കെ വാങ്ങിക്കുമ്പം ഈ ബർഗറിൻ്റെ ഒക്കെ സാധനങ്ങൾ ഇപ്പം ചീസ് ബട്ടർ അതെല്ലാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ായിട്ടുള്ള വില അതിനുണ്ട്. ഈ ബ്രെഡിന് പകരമാണോ ഇത് ഉപയോഗിക്കുന്നത്? അല്ല, ബണ്ണ് നമ്മൾ ഉപയോഗിക്കും, വാങ്ങിക്കുകയും ചെയ്യും. നമ്മൾ ഇത് ചക്കപ്പൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട്, ബണ്ണ് ഉണ്ടാക്കാറുണ്ട്, കുബൂസും ഉണ്ടാക്കും, ചക്കക്കുരു കൊണ്ട് ഹമ്മൂസ് ഉണ്ടാക്കും. അതൊക്കെ വേറെ എന്തൊക്കെയാ ഈ കുരുക്കൾ വെച്ചിട്ടുള്ള? കുരു വെച്ചിട്ട് നമ്മൾ പായസം, നല്ല ഉണങ്ങിപ്പൊടിച്ച പൊടി കൊണ്ട് പായസം വെക്കും. ചോക്ലേറ്റ്, പിന്നെ കീമ, നമ്മൾ അതൊക്കെ ചെയ്യും. ഈ ലോക്ക്ഡൌൺ സമയത്താണോ കൂടുതലായിട്ട് ഇതിലേക്ക്? കാരണം ഈ ചക്കക്കുരു ചക്കമൊക്കെ കൂടുതൽ ഉപയോഗിച്ചൊരു സമയം മറ്റുള്ളവർ അങ്ങനെയായിരുന്നു. മാമിനെ സംബന്ധിച്ച് അല്ല, എനിക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് അധികം കിട്ടിയിരുന്നില്ല. ഞാൻ കൂടുതൽ അപ്പം എൻ്റെ ചീരയും എൻ്റെ കൃഷിയിലുള്ള ചീരയും വാഴയ്ക്കയും പപ്പായൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. എന്തുകൊണ്ടാണ് ഇപ്പം ഈ കൃഷി ചെയ്യുന്നതിലേക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിലേക്കൊക്കെ ഉള്ളൊരു താല്പര്യം? ഇല്ലെങ്കിൽ പണ്ട് മുതൽ ഇപ്പൊ നേരത്തെ മാം പറഞ്ഞു ഒരുപാടൊന്നും പറ്റിയില്ല, പിന്നീടാണ് പറ്റിയത്. അപ്പം ഏതായിരുന്നു ആ സ്റ്റേജ്? അപ്പൊ കൂടുതൽ പേർക്ക് അത് പ്രചോദനമാകും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചെറുപ്പത്തിൽ വീട്ടിൽ കണ്ടു വളർന്നത് എല്ലാ കൃഷികളും വീട്ടിൽ നമ്മൾ ഉഴുന്ന് മുതിര എല്ലാം വീട്ടിൽ കൃഷി ചെയ്യിച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ നന്നായിട്ട് എല്ലാം തെങ്ങും എല്ലാം ഓരോരുത്തരത്ത് പോയി പലതരം തെങ്ങുകൾ, ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ പലതരം തെങ്ങുകളെ കുറിച്ച് കേൾക്കുന്നത്, അന്ന് തന്നെ എല്ലാ റിസർച്ച് സ്റ്റേഷനിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് വെക്കുമായിരുന്നു തെങ്ങൊക്കെ. അങ്ങനെ അച്ഛനെ നന്നായിട്ട് കൃഷി ചെയ്യിക്കും, അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പം അത് നമ്മൾ അന്ന് വലിയ ഇതായിട്ടൊന്നും എടുത്തില്ലെങ്കിലും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി നമ്മൾ പഠിച്ച് പിന്നെ ജോലിക്കൊന്നും പോയില്ല. അപ്പം വീട്ടിലിരുന്ന് കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കും. പിന്നെ അത് നാട്ടിൽ വന്നപ്പോൾ പിന്നെ എനിക്ക് അതിൽ ആ കൃഷിയിലും എനിക്ക് അങ്ങനെ ചെയ്യണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടുന്ന നമുക്ക് വിളയിച്ചെടുക്കണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഉള്ള സ്ഥലത്ത് നമുക്കെല്ലാം ചെയ്തെടുക്കണമെന്ന്. അങ്ങനെയാണ്. വേറെ ഏതൊക്കെ ഇത്തരത്തിലുള്ള പച്ചക്കറി ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തൊക്കെ സാധനങ്ങളിൽ നിന്നാണ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്? നമ്മൾ വാഴപ്പഴം, ഏത്തയ്ക്ക, പിന്നെ പപ്പായ, ഇത് കപ്പയുടെ സ്നാക്സും അതെല്ലാം ചെയ്യുന്നുണ്ട്. അത് CTCRയിൽ ചെയ്യുന്നത്. കപ്പ, പിന്നെ നെല്ല്, മുരിങ്ങയിലയുടെ പ്രോഡക്ട്സ് ഉണ്ട്. അങ്ങനെയല്ല, പിന്നെ തഴുതാമയില അതെല്ലാം ചെയ്യുന്നുണ്ട്. മണിത്തക്കാളി. ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്ന് വെച്ചാൽ വിൽപ്പന, അത് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും നല്ല ഒരു മാർക്കറ്റ് ഇതുവരെ ഇത്രയും വർഷം കൊണ്ടായേനെ. പക്ഷെ ഞാനൊരു പ്ലാസ്റ്റിക് ഒഴിവാക്കി ഒരു ബയോഡിഗ്രേഡബിൾ പാക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറേ സമയം പോയി. പക്ഷെ ഇപ്പം ഞാൻ പിന്നെ പേപ്പർ കവറിലാക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പാക്കറ്റ് ഇതുവരെ ശരിയായി കിട്ടിയില്ല. പക്ഷേ ഈ ലിക്വിഡ് സാധനങ്ങളൊക്കെ അതൊക്കെ ബോട്ടിൽ കൊടുക്കും. അത് ഗ്ലാസ് ബോട്ടിൽ വാങ്ങിച്ച്. എനിക്ക് പ്ലാസ്റ്റിക് വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ മേളയിലും
നമ്മൾ സർക്കാരിൻ്റെ മേളയിലെല്ലാം കൊണ്ടുപോകുമ്പോൾ SFAC കേരളയുടെ നമുക്ക് സാമ്പത്തിക സഹായമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് സർക്കാരിൻ്റെ മേള എന്ത് വന്നാലും അവിടുന്ന് നല്ല ഹെൽപ്പുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യും അവിടെ. അപ്പം നമ്മളിതെല്ലാം കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുപ്പി അത്രയും വെയിറ്റും കുപ്പികളും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അപ്പം വേറെ പാക്കിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഓൺലൈൻ വഴി കൊടുക്കാനും ഒക്കെ കൂടെ പാക്കിംഗ് എങ്ങനെ ഇപ്പം ഒന്ന് കൊടുക്കുക. അതിപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അതങ്ങനെ കൊടുക്കാൻ വേണ്ടിയുള്ള പാക്കിംഗ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഐറ്റങ്ങൾ മാത്രമാണോ? ഇല്ല, നോൺ വെജ് ചെയ്യും നമ്മൾ. പക്ഷേ വെജിറ്റേറിയൻസ് അങ്ങനെ പ്രത്യേകം പറയുന്ന ദിവസം നമ്മൾ അതിൻ്റെ കൂടെ നോൺ വെജ് ഒന്നും ചെയ്യത്തില്ല. അവർക്ക് അല്ലാതെ ചെയ്തു കൊടുക്കും. കൂടുതലായിട്ട് ഇതിലേക്ക് ഇല്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആളുകൾ ഏത് ഏജിലുള്ളവരാണ് എന്ന് വെച്ചാൽ കുറച്ച് മധുരമൊക്കെ ഉള്ള സാധനമാണല്ലോ. അപ്പം മധുരം ഉള്ളത് വാങ്ങിക്കുന്നവരും ചെറുപ്പക്കാരും വാങ്ങിക്കും, പ്രായമുള്ളവരും വാങ്ങിക്കാറുണ്ട്, കൗതുകം അത് നോക്കാൻ വേണ്ടി. പിന്നെ ഇപ്പൊ പുതിയ തലമുറയിലുള്ളവരാണ് ബർഗറൊക്കെ ഷവർമ ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അവർ ഇപ്പൊ എവിടെങ്കിലും ഒരു പിക്നിക്കൊക്കെ പോകുമ്പോഴൊക്കെ തലേന്ന് പറയും, രാവിലെ ചെയ്ത് വെക്കാൻ പറയും, അങ്ങനെ വന്ന് എടുത്തിട്ട് പോകും. മാമിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം, ഇപ്പോൾ ചെയ്തതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ചക്കക്കുരുവിൻ്റെ ചോക്ലേറ്റ് പറ്റും. ചക്കക്കുരുവിൻ്റെ ഞാൻ വറുത്ത് പൊടിക്കാറുണ്ട്. പിന്നെ നമ്മൾ ബ്ലാഞ്ചിങ് ചെയ്ത് ഉണങ്ങി പൊടിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ബട്ടറും പിന്നെ പഞ്ചസാരയും, പഞ്ചസാര ഇല്ലെങ്കിൽ നമ്മൾ അതിന് പോലെ ഹണിയൊക്കെ ചേർക്കാം, പഞ്ചസാര പറ്റാത്തവർ. അപ്പോൾ അങ്ങനെ ബട്ടറും പഞ്ചസാരയും ചോക്ലേറ്റ് മിക്സും കൂടെ പൊടി ചേർക്കാം, വേണമെങ്കിൽ ചേർക്കാം. അല്ലെങ്കിൽ നമുക്ക് പാലും പഞ്ചസാരയും മാത്രമായിട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉള്ള ചോക്ലേറ്റ് എളുപ്പം പറ്റും. അതങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉരുട്ടിയെടുത്താൽ മതി. വളരെ എളുപ്പം. ഇത് സ്വാഭാവികമായിട്ടും ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടും കൂടെ വേണമല്ലോ. ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും, അത് എത്രത്തോളം ഉണ്ട്? എനിക്ക് ചക്ക തരുന്നതെല്ലാം നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് നാട്ടില് അവിടെ അതിൽ ചുറ്റോട്ടുള്ള നമ്മുടെ ബന്ധുക്കളും അയൽക്കാരും എല്ലാവരുമാണ് ചക്ക തരുന്നത്. ആ ചക്കയെല്ലാം നമുക്ക് പരിചയമുള്ളതാണ്, അമ്മയ്ക്കൊക്കെ പരിചയമുണ്ട്. ഇപ്പൊ ഏത് കൈക്ക് ഏത് നല്ലതാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അത് കൊണ്ടുപോയിട്ടാണ് ഓരോതരം പ്രോഡക്റ്റ്. പിന്നെ എനിക്ക് തന്നെ ചില ഇതിനെ അറിയാം, ഇപ്പൊ 5-6 വർഷമായിട്ട് അറിയാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഓരോ പ്രോഡക്റ്റ് ചെയ്യാനും ഏതാ നന്നായിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഏത് ചക്ക ഇതിന് വരിക്ക ചക്ക അങ്ങനെ പ്രത്യേകം ഉണങ്ങുന്നതിന് ഏതും പറ്റും. അപ്പൊ ഈ പഴുത്ത് കഴിഞ്ഞ് പോകുന്ന കൂഴച്ചക്കയാ നമ്മൾ ഉണങ്ങാൻ ഏറ്റവും എടുക്കുന്നത്. പഴുത്ത് കഴിഞ്ഞ് പിന്നെ ആ പഴുത്ത് കഴിഞ്ഞാൽ അത് വൈൻ ഉണ്ടാക്കാം, വിനീഗർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. കുഴച്ചക്ക, സ്ക്വാഷ് ജാം ഇതെല്ലാം ചെയ്യാം. അല്ല, അതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള 450 എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു ഞെട്ടലുണ്ടാവുമല്ലോ. അല്ല, അത് നമ്മള് ഈ ശരിക്കും പറയാം പുതിയ തലമുറയിലെല്ലാം ശരിക്കും എൻ്റെ കുട്ടികളായിരിക്കണം അതിന്റെ പ്രചോദനം. അവരാണ് അതൊക്കെ കഴിക്കാനും പുതിയ കാര്യങ്ങളൊക്കെ അവര് തന്നെ ട്രൈ ചെയ്തിട്ട് വന്നിട്ട് ടാക്കോയും പിസ്സയും ഒക്കെ പറഞ്ഞിട്ട് പറയും അവരൊക്കെ. അപ്പൊ പറയുമ്പോ ഞാൻ അത് അവരങ്ങനെ ഇന്ന സാധനം കഴിച്ചു എന്ന്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇന്ന സാധനം എന്തുകൊണ്ട് ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് പകരം ഞാൻ ഇതങ്ങ് ചെയ്ത് നോക്കും. ചക്കയിൽ ചെയ്യും. ഈ ചക്ക ഇല്ലാത്ത സീസണുകളിൽ എന്താണ് എല്ലാം നമ്മൾ ഫ്രോസൺ ആക്കി വെച്ചിട്ട് ഞാൻ ഫ്രോസൺ ആക്കി വെക്കും. പച്ചയും വെക്കും, മടല് വെക്കും, കുരു വെക്കും, പിന്നെ പഴുത്തയൊക്കെ വെക്കും, എല്ലാം ഫ്രോസൺ ആക്കി. പുതിയ എന്തെങ്കിലും ഐഡിയാസ് വന്നോ? പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ? ഉണ്ട്, പറയാൻ പറ്റുന്നതാണ്. അല്ല, വേറെ നമ്മള് ഞാൻ മോര്, ഈ തൈര്, പാല്, ചായയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ചക്കയിലോ? ചായയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ലിക്വിഡായിട്ട്? അല്ല, ചായ നമ്മൾ അതിന് ഇതെടുത്തിട്ട് പാല് പോലെ ആക്കി എടുത്തിട്ട് ചെയ്യും. പക്ഷെ അതിനെയൊക്കെ ഉണങ്ങിയൊക്കെ എടുത്താൽ കുറച്ചുകൂടെ പൊടിയായിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, ശരിയായിട്ട് കിട്ടിയില്ല. അതിനുള്ള ആ മെഷീനും ഭയങ്കര വിലയാണ്. അതാ ഈ പാസ്തയിൽ നമ്മൾ ആദ്യം പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി CTCRL അങ്ങനെ പോയത്. മെഷീന് വിലയാണ്. അപ്പൊ നമ്മളിത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി കൈകൊണ്ട് ചെയ്ത് നോക്കിയപ്പോ കിട്ടി. ഷേപ്പ് അതിന് അല്ലാതെ നമ്മൾ ആ ഷീറ്റ് ഉണ്ടാക്കി ഞാൻ വീട്ടിൽ നോക്കിയപ്പോ കിട്ടിയ ശേഷമാണ് ഞാൻ CTCRL സമീപിച്ചത്. അപ്പൊ അത് ശരിയായി വരും. അപ്പൊ പിന്നെ അവിടുത്തെ മെഷീനിൽ, കപ്പ ഉണ്ടാക്കുന്ന മെഷീനിൽ ചെയ്തത്. ഈ കേക്ക് ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഈ ചക്കയുടെ പൾപ്പ് ഉപയോഗിക്കാം, പൊടി ഉപയോഗിക്കാം, ചക്കക്കുരു ഉപയോഗിക്കും. ഇതിനുള്ള ഓർഡേഴ്സ് ഇപ്പൊ കേക്ക് ഒക്കെ ആണെങ്കിലും അടുത്തുള്ള ആളുകളൊക്കെ ഓർഡർ ചെയ്യാറ്? അത് ഫ്രണ്ട്സ് ഒക്കെ ഓർഡർ ചെയ്യും, അറിയുന്നവര് ചെയ്യും. പിന്നെ ഞാൻ ചക്കയ്ക്കകത്ത് നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ട് മൈദ ചേർക്കാതെ എൻ്റെ സ്വന്തം അരിപ്പൊടി ചേർത്തും ചെയ്യും. അത് ശരി. ഇപ്പൊ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് രാശ്രീ മാമിനെ കോണ്ടാക്ട് ചെയ്യുന്നത്?
എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞ് ഓർഡർ ചെയ്താൽ നമ്മൾ ചെയ്തു കൊടുക്കും. എന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയാണ്? അല്ല, ഈ കേക്ക് അങ്ങനെയല്ല. ഇപ്പം വേറെ കുറെ പായസങ്ങളൊക്കെ ഉണ്ട്. അതിൽ 1-2 അരവണയും നമ്മൾ ചക്കയുടെ അരവണ, ചക്കയുടെ പനസാമൃതം എന്ന് പറഞ്ഞ ചക്ക കൊണ്ട് മാത്രമുള്ള ഒരെണ്ണം, വേറെ ഒന്നും ചേർക്കത്തില്ല, പഞ്ചാമൃതത്തിന്റെ ടേസ്റ്റ്. അപ്പൊ അതൊക്കെ കുറെ ദിവസം ഇരിക്കും. പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഇരിക്കും. പിന്നെ അല്ലാതെ ഈ ബർഗർ ഷവർമയൊക്കെ നമ്മൾ പെട്ടെന്ന് കേടായി പോവില്ല. അതൊക്കെ നമ്മളിവിടെ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർ ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കും. ഈ കൺമഷി എന്ത് വെച്ചാണ്? കൺമഷി എൻ്റെ കറ വെച്ച്. ഓക്കെ, അതിന് കൂടുതൽ ആളുകളുണ്ടോ? ഇല്ല, അത് ഞാൻ അങ്ങനെ അധികം സെയിലൊന്നും ചെയ്തിട്ടില്ല. കൂടുതൽ നമ്മൾ ചെയ്ത് നോക്കി, അങ്ങനെ കണ്ടൊക്കെ എഴുതി നോക്കി, അങ്ങനെ കണ്ടങ്ങനെ ഇരിക്കും. ഈ കറ എന്ന് പറയുമ്പോൾ ഒട്ടിപ്പോകില്ല. അല്ല, അതങ്ങനെയല്ല, അത് ഉരുക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ശരി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ ചക്ക കൊണ്ട് വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒരാളോട് സംസാരിക്കാൻ സാധിച്ചല്ലോ. ഈ ഞവരയുടെ ആദ്യമായിട്ട് ഗാബ റൈസ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്, അതിപ്പോ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞവരാരി നമ്മുടെ സ്വന്തം കൃഷിയിൽ ചെയ്തത് തന്നെ. ഓക്കെ, എന്തായാലും ഇനി ഒരുപാട് ഇപ്പം സർക്കാരിന്റെ പുരസ്കാരമല്ല, അതിൻ്റെ അപ്പുറത്തേക്കും ആളുകൾ ശ്രദ്ധിക്കട്ടെ. ഇതേ ആഗ്രഹത്തോടെ ഒരുപാട് പ്രൊഡക്ട്സ് ഇനിയും ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമസ്കാരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. മലയാളത്തിന്റെ പ്രിയ താരം ഹരിശ്രീ അശോകന് ഇന്ന് ജന്മദിനം. ഹരിശ്രീ അശോകൻ ജന്മദിന വിശേഷങ്ങളുമായി രാവിലെ ന്യൂസ് 18 ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേർന്നിരുന്നു. ഹരിശ്രീ അശോകന്റെ വിശേഷങ്ങളിലേക്ക്. 35 വർഷത്തിലധികമായി നമ്മളുടെയൊക്കെ വീടുകളിലെ ഒരു അംഗം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് പോലും കേൾക്കാതെ ഒരു ദിവസം പോലും മലയാളി ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ ട്രോളർമാരിലൂടെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുകളൊക്കെ നമ്മൾ ദിനംപ്രതി മൊബൈലിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിറന്നാളാണെന്ന് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹരിശ്രീ അശോകൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഹൃദയം നിറഞ്ഞൊരു പിറന്നാൾ ആശംസകൾ. താങ്ക് യു ചേട്ടാ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോഴത്തെ ഒരു പിറന്നാൾ ആശംസയിലേക്ക് പോകുന്നതിന് മുമ്പ് പഴയ ഒരു കാലഘട്ടത്തിലേക്കൊന്ന് പോവാം. ഒരു വലിയ കുടുംബത്തിലായിരുന്നു ചേട്ടൻ ജനിച്ചത്. 10 മക്കളടങ്ങുന്ന വലിയൊരു കുടുംബം, അതിൽ 6ാമൻ. ആ ചെറുപ്പത്തിലെ പിറന്നാൾ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? അല്ല, അങ്ങനെ ഒരു പിറന്നാളൊന്നും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം പിറന്നാൾ ആഘോഷിച്ച് കഴിഞ്ഞാൽ അത് ഒരു വർഷം ഓരോരുത്തർ പിറന്നാൾ ആഘോഷിക്കേണ്ടി വരും. അപ്പോൾ എല്ലാ മാസവും പിറന്നാളായിരിക്കും. അതിനുള്ള കപ്പാസിറ്റി വീട്ടിലുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് നമ്മൾ 10 മക്കളും അച്ഛനും അമ്മയല്ലേ. അതിൽ ഒരാൾ മരിച്ചു ജനത്തിൽ തന്നെ, പിന്നെ 9 മക്കളും അച്ഛനും അമ്മയ്ക്കല്ല. അപ്പോൾ ഇത്തിരി പിറന്നാൾ ആഘോഷിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും സിനിമയിലൊക്കെ വന്നതിന് ശേഷം പിറന്നാൾ ഗംഭീരമാണ്. ചേട്ടാ, ഈ സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ച് പറഞ്ഞു. ചെറുപ്പത്തിൽ ഈ പറയുന്ന പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ടെലികോം ജീവനക്കാരനായിരുന്ന ഒരാളാണ് ഈ അശോകൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം എങ്ങനെ മിമിക്രിയിലേക്ക് എത്തിപ്പെട്ട്? മിമിക്രിക്കാരനായതെന്ന് പറഞ്ഞാൽ മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ മിമിക്രിക്കാരനായതാണ്. നേരത്തെ നമ്മുടെ എറണാകുളത്ത് കൂലഞ്ചേട്ടൻ്റെ ട്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പണ്ട് മച്ചാൻ വർഗീസ് ചേട്ടനൊക്കെ ഈ കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കൂലഞ്ചേട്ടൻ്റെ ട്രൂപ്പിലെ ഓർമ്മകളെല്ലാം ഉണ്ടോ? എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കൂലഞ്ചേട്ടൻ്റെ വീട്. അതായത് പ്രൊഫഷണൽ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് കൂലഞ്ചേട്ടൻ്റെ ട്രൂപ്പിലാണ്, കൊച്ചി നാടകവേദിയിൽ. അതിനുമുമ്പ് ഞാൻ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ വലിയമ്മച്ചിയുടെ മോനും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ മിമിക്രിക്ക് പോകുമായിരുന്നു. അവിടെ നിന്നാണ് കൂലഞ്ചേട്ടൻ്റെ നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് കാർമൽ തിയേറ്റേഴ്സിൻ്റെ ഒരു ട്രൂപ്പിൽ പോയി. അതിനുശേഷം കലാഭവൻ്റെ ഗാനങ്ങളുടെ ഇൻ്റർവ്യൂവിൽ മിമിക്രി പറയാനായിട്ടാണ് ആദ്യം മിമിക്രി ആർട്ടിസ്റ്റായിട്ട് പ്രൊഫഷണലായിട്ട് പോകുന്നത്. അതിനുശേഷം കലാഭവൻ്റെ മിമിക്സ് പരേഡിലേക്ക് എൻട്രി ചെയ്തു. അവിടെ നിന്ന് ഹരിശ്രീ മിമിക്സ് പരേഡിലേക്ക് വന്നു. അവിടെ പിന്നെ ഹരിശ്രീ പ്രൊഡ്യൂസ് ചെയ്ത പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഹരിശ്രീയിൽ തുടങ്ങുമ്പോൾ സിദ്ദിഖ് ലാൽ, ഞാൻ, എൻ്റെ ഫർഗീസ്, ഗോകുൽ മേനോൻ, കോട്ടയം ജോസഫ് എന്നൊക്കെ പറയുന്ന ഞങ്ങൾ 6 പേരുകൂടിയാണ് ഹരിശ്രീ തുടങ്ങിയത്. അതിനു മുമ്പ് കലാഭവൻ്റെ കൂടെ പരേഡിലും ഗാനമുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഏകദേശം ചേട്ടനിപ്പോൾ ഒരു 36 വർഷത്തോളമായി സിനിമയിൽ എത്തിയിട്ട് ഇപ്പോഴും സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സിനിമകൾ ഇനി ചെയ്യാനിരിക്കുന്നുണ്ട്. ഈ പണ്ട് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ എന്തും ഏതും തുടങ്ങുമ്പോൾ ഹരിശ്രീ കുറിക്കുക എന്നാണ് അതിനെ പറയാറ്. ചേട്ടൻ്റെ പേരിൽ തന്നെയുണ്ട് ഒരു ഹരിശ്രീ. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഹരിശ്രീ കുറിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? അല്ല, ജീവിതകാലത്തിന് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോഴും ഒരു
ഇപ്പം മിമിക്രിയിൽ നിന്നാണ് സിനിമയിൽ വന്നതെങ്കിലും സിനിമയിൽ നമ്മളിപ്പോഴും ഒന്നും ആയിട്ടില്ല. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പോഴും ഓരോരോ സിനിമകൾ ചെയ്യുമ്പോഴും നമ്മൾ അരിച്ചു കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വേഷങ്ങൾ ചെയ്യാൻ നേരത്ത് അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ള ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ട് ശരിക്ക് കുറച്ച് ഒരു 2 വർഷം പ്രതിസന്ധിയിലായിരുന്നു സിനിമ. ആ കാലയളവിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറേ സിനിമകൾ ചെയ്തതാണെങ്കിൽ തന്നെയും ഇനി കുറച്ച് നല്ല വേഷങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കുറേ വേഷങ്ങൾ ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന കുറച്ച് വേഷങ്ങളുണ്ട്. അതെല്ലാം എനിക്കിഷ്ടപ്പെട്ട വേഷങ്ങളാണ്. അല്ലാതുള്ള സിനിമകളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ കഥ കേട്ടിട്ട് പലതും നമുക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ചെയ്തതും ഇപ്പോൾ അനുരാഗ ക്രൈം എന്ന് പറഞ്ഞ പടം ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ അന്തറൂ ദ മാൻ എന്ന് പറഞ്ഞിട്ടൊരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു പടം ചെയ്തു. അതും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ കുറച്ച് പടങ്ങൾ ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം റിലീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനിയൊരു 3-4 പടങ്ങളും കൂടി എനിക്ക് ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്യാനുണ്ട്, അല്ലാതുള്ള വേഷങ്ങളും ചെയ്യാനുണ്ട്. പിന്നെ ഞാനും എൻ്റെ മകനും കൂടി അച്ഛനും മോനായിട്ടൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഓളം എന്ന് പറയുന്ന പടം. അതുകൂടാതെ ഇനി മോനും ഞാനും കൂടി ഒരു പടം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അല്ല, ഞാൻ അതിനകത്തേക്ക് വരികയായിരുന്നു. ഈ പറയുന്ന പണ്ട് വീട്ടിൽ ഒരു സിനിമാക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഒന്നല്ല 2 പേര്. അതിലൊരാൾ ഇപ്പോൾ മലയാള സിനിമയിലെ എന്താ പറയുക ഒരു സൂപ്പർ താരം തന്നെയാണ്. ഇപ്പോൾ സിനിമക്ക് കഥ പറയാൻ വീട്ടിലെത്തുമ്പോൾ ആൾക്കാർ കൺഫ്യൂഷൻ ആകും. ഇപ്പോൾ അച്ഛനോട് പറയണോ മോനോട് പറയണോ എന്നൊക്കെ ഉള്ളതില്ലേ? അതെ. ഇപ്പം മോനെ അപ്സ്റ്റൈലിൽ റൂമിൽ നിന്ന് കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ താഴെ നിന്ന് ഞാൻ കേൾക്കും. അവനാണ് ആദ്യം കഥ കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ മേളിലിരുന്ന് കേൾക്കും. അങ്ങനെയൊക്കെ എളുപ്പം. എന്നാൽ അവൻ്റെ കഥകൾ ഞാനും കേൾക്കും, എൻ്റെ കഥകളും കേൾക്കും. ഞങ്ങളൊരു നല്ല തീരുമാനത്തിലെത്തും. അങ്ങനെയൊക്കെ ഉണ്ട്. അതെ. നമുക്ക് പിറന്നാളിലേക്ക് ഒന്ന് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ സെറ്റുകളിൽ എപ്പോഴേലൊക്കെ പിറന്നാൾ ആഘോഷിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം ആഘോഷങ്ങൾ പുറത്ത് സെറ്റുകളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേജിലൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഒരുപാട് സ്ഥലത്ത് വെച്ച് നമ്മൾ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. പല സെറ്റിലും വിദേശത്ത് വെച്ചൊക്കെ പ്രോഗ്രാം പോകുമ്പോഴൊക്കെ പിറന്നാൾ ആഘോഷിച്ചിട്ടുണ്ട്. എൻ്റെ വൈഫ് അങ്ങനെ ഒരു പൊതുവായിട്ടുള്ളൊരു പരിപാടിയിലും വന്നാൽ തന്നെ അവരിങ്ങനെ ഭയങ്കര ഷൈയാണ് ആൾ. എവിടെയെങ്കിലും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ പ്രീതി അപ്പോൾ ഞങ്ങൾ പിന്നെ കലാഭവൻ മണി, ഞാൻ, പിന്നെ നാദിഷ, അങ്ങനെ ഒരു നല്ല ടീം അമേരിക്കയ്ക്ക് പോയി. അത് ശരിക്കും ഫ്രീമു വർഗീസ് തന്നെ സ്പോൺസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അയാളുടെ പ്രോഗ്രാം നല്ല ഗംഭീര പരിപാടിയായിരുന്നു, എല്ലാ പരിപാടിയും. ആ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാം നടക്കുമ്പോൾ പെട്ടെന്ന് പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ചെയിൻ സോങ്ങിന് മുമ്പ് ഭയങ്കര ക്രൗഡായിരുന്നു അന്ന്. പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ്, ഇന്ന് ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ പിറന്നാളല്ല, അന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മളിവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വൈഫിനോട് സ്റ്റേജിലേക്ക് കയറാൻ പറഞ്ഞു. ഇവള് ജന്മം ചെയ്താൽ കയറൂല, ധൈര്യമില്ലല്ലോ, ഭയങ്കര പേടിയാണ്. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചു, ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടി നിർബന്ധിച്ചു അവൾ സ്റ്റേജിൽ വന്ന് ഒരു വലിയ കേക്കും കട്ട് ചെയ്ത്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വൈഫിൻ്റെയും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. കാരണം അമേരിക്കയിൽ വെച്ചിട്ട് അത്രയും ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എല്ലാവരും വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളെ അഭിനന്ദനങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര രസമുള്ളൊരു സംഭവം വരുന്നത് അത് അമേരിക്കയിൽ വെച്ചിട്ട്. അതെ. ഇത്തരം ഓർമ്മകളാണ് ഒരു പക്ഷേ സിനിമ എന്ന് പറയുന്നൊരു വലിയൊരു ക്യാൻവാസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ചേട്ടനും ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ള ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അശോകൻ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ ചേട്ടൻ അഭിനയിച്ച സിനിമകളിലെ പേരുകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. അതായത് നമ്മുടെ പഞ്ചാബ് ഹൗസിലെ രമണനാണെങ്കിലും ഈ പറക്കുന്നിടയിലെ സുന്ദരൻ, മീശമാധവയിലെ സുഗണൻ, ഇവയൊക്കെ ഇന്നും ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം ട്രോളർമാർ ചേട്ടൻ്റെ ഡയലോഗ് ഉപയോഗിക്കാത്ത ഒരു വീഡിയോ പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ? അതൊക്കെ കുറേ പറയേണ്ടി വരും. ഈ കാലത്തെ അതൊക്കെ പറഞ്ഞ ആൾക്കാരെ ബോറടിപ്പിക്കുന്നത്. കാരണം എന്തായാലും അതിൻ്റെ അകത്ത് വേറൊരു സത്യമുണ്ട്. എൻ്റെ ഹിറ്റായ ഒരുപാട് സിനിമകളിൽ രമണൻ, സുഗണൻ അങ്ങനെ പറയുന്ന എല്ലാ കഥാപാത്രങ്ങളുടെ അവസാനം ഇൻ എന്ന് പറയുന്ന ഒരു അക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. കുറേ ഉണ്ട് അങ്ങനെ. അതെല്ലാം ഇന്ന് ആൾക്കാർ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
അതെ 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 അതെ. ഈ ട്രോളർമാരോട് എന്താ ചേട്ടന് പറയാനുള്ളത്? പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് ആ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആവരുതെന്ന് മാത്രം. അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ ട്രോള് ചെയ്യരുത്. കാരണം നമുക്കൊരാളെ വേദനിപ്പിച്ചിട്ട് സുഖം കിട്ടാനില്ല. അതിൻ്റെ അകത്തൊരു സുഖം അതൊരു സുഖം നല്ല സുഖമല്ല. അപ്പോൾ അതിപ്പോൾ ട്രോളർമാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ രമണൻ ഫാൻസ് ഉണ്ട്, അവരൊക്കെ എന്നെ രമണൻ ഫാൻസ് ഉണ്ട്. രമണൻ ഫാൻസുകാരൊക്കെ വിളിക്കാൻ നേരത്ത് ഞാൻ പറയും, നിങ്ങൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ആരെയും വേദനിപ്പിച്ചു കൊണ്ടുള്ള ഒരു ട്രോൾ ഇറക്കരുത്. ഞാൻ പറയാറുണ്ട് എപ്പോഴും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതെ 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 ചേട്ടാ. അതുപോലെ ഇടയ്ക്ക് ചേട്ടനൊരു നമ്മുടെ ട്രൂപ്പ് നടത്തിക്കൊണ്ടിരുന്ന ചേച്ചി, പേരെന്താണ്, എൻ്റെ പേര് ഞാനും മറന്നു. രണ്ട് ഷോ ഉണ്ടായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ഉണ്ടോ സമിതി? ഇപ്പോഴും ഉണ്ടോ? ഇല്ലില്ല, ഞാനത് ഇല്ല, അങ്ങനെ ട്രൂപ്പൊന്നും ഇപ്പം ഇല്ല. ഞാനൊരു 1-2 വർഷം ഒരു രസത്തിന്, അതായത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും അവർക്കിങ്ങനെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ സിനിമയിൽ വരികയും ചെയ്തു. അവരിങ്ങനെ വന്നപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഒരു രസത്തിന് ഇങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ ആ പരിപാടി ഭയങ്കര സക്സസ് ആയിരുന്നു. കുറേ പ്രോഗ്രാം ചെയ്തു. നമ്മളിപ്പോഴും അതിൻ്റെ പേര് രണ്ട് സീസണിൽ ഞാൻ ചെയ്തു. ഒന്ന് മുതലാളി ജംഗ ജഗ ജഗ എന്നായിരുന്നു. മറ്റത് നമ്മുടെ ഇതായിരുന്നു, കോമഡി കൊട്ടേഷൻ എന്നായിരുന്നു. രണ്ട് കുറേ പ്രോഗ്രാം ചെയ്തു. അപ്പോഴൊക്കെ എന്താ അതിൻ്റെ സുഖമെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് നമ്മൾ സ്റ്റേജിൽ വന്നിട്ട് തമാശ പറയുമ്പോഴും സിനിമയിൽ ചെയ്യുമ്പോഴുള്ളൊരു ഫീല് വേറെയാണ്. ഇത് നമുക്ക് അപ്പോഴെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ കാണാനായിട്ട് സ്റ്റേജിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു. അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമില്ല. അപ്പോൾ പഴയ കുറേ നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എല്ലാവരും കൂടി കമ്പനി കൂടി അങ്ങോട്ട് പോകുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു ഉത്സവം പോലെയാണ് പ്രോഗ്രാമിന് പോകാന്നുള്ളത്. അതുപോലെ തന്നെ ഈ പറയുന്ന ചേട്ടൻ്റെ ട്രൂപ്പിലൂടെ വന്നിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിലൊക്കെ ഉണ്ട്, നമ്മുടെ സുധീരൊക്കെ ഉൾപ്പെടെ. ചേട്ടനും സിനിമ തന്ന ഒരു സൗഭാഗ്യം കൂടുതലായിട്ട് പറയാൻ എന്താ ഉള്ളത്? അല്ല, സിനിമ എന്ന് പറയുന്ന ഒരു കലയിൽ നമ്മൾ വന്നപ്പോൾ, സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് സാധാരണ മിമിക്രിയിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പോപ്പുലർ ആകാനും പറ്റി, കുറേ കാശും കിട്ടി. അതാണ് ആദ്യത്തെ സത്യം. മറ്റൊന്ന്, നമ്മൾ മിമിക്രി എന്ന് പറയുന്ന കലാകാരനും സിനിമ നടന്ന കലാകാരനും രണ്ട് തട്ടായിട്ടാണ് പലരും കാണുന്നത്. ഞാനിപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനത് എവിടെയാണെങ്കിലും ഞാൻ പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സിനിമയിലൂടെ നമുക്ക് ഒരു വൈഡ് ക്യാൻവാസാണ് നമുക്ക് കിട്ടുന്നത്. മിമിക്രി എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതിന് വ്യത്യാസങ്ങളാണ്. ഒരു വൈഡ് ക്യാൻവാസാണ്. ലോകമെമ്പാടും നമ്മുടെ സിനിമ കാണുന്നുണ്ട്, മലയാളികളായിട്ടുള്ള പലരും കാണുന്നുണ്ട്. അതല്ലാതെ തന്നെ മറ്റ് ഭാഷയിലുള്ളവരും അത് ഡബ് ചെയ്തും കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെവിടെ ചെന്നാലും ഭയങ്കര പോപ്പുലറായിരിക്കും. നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന പലരും ഓടി നമ്മുടെ അടുത്ത് വരാറുണ്ട്. പിന്നെ സിനിമയുടെ തട്ട് വേറെയാണ്. പക്ഷേ ഒരുപാട് അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് നമുക്കുണ്ട്. അതൊക്കെ വിസ്തരിക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. ആ സിനിമയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഒത്തിരി പറയേണ്ടതുണ്ട്. പക്ഷേ എന്താണെങ്കിലും സിനിമയിൽ എത്തപ്പെടുക എന്നുള്ളതാണ് നമുക്ക് എല്ലാ കലാകാരന്മാർക്കും എല്ലാവരും ആഗ്രഹം. അപ്പോൾ അവരെല്ലാവരും സിനിമയിൽ വരട്ടെ എന്നും അവർക്കൊക്കെ നല്ലൊരു ഭാവിയുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ നാളെ സിനിമാ നടനാകാനും നടികളാകാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോം ഭയങ്കരമായിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ മിമിക്രി പറയുന്ന സമയത്ത് മിമിക്രി ഒന്ന് ടി വിയിലൂടെ കാണാൻ കൊതിച്ചിട്ടുണ്ട്. അന്ന് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമേ ഉള്ളൂ. ഇന്ന് മിമിക്രിക്കാർക്ക്, അതായത് മിമിക്രികൾക്ക് ഇന്ന് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇഷ്ടംപോലെ വളരാനായിട്ട് ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ആ കലാകാരന്മാരെല്ലാവരും നല്ല രീതിയിൽ വളർന്ന് സിനിമാ നടന്മാരും നടികളൊക്കെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. അതെ. പണ്ട് ചേട്ടൻ ഈ പറഞ്ഞ മിമിക്രിയിൽ നിന്ന് വന്ന ഒരാളാണ്. പണ്ട് അനുകരണമില്ലായിരുന്നെങ്കിലും മിമിക്രിയിൽ ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചേട്ടനെ അനുകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നേരിട്ട് ചേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവർ അനുകരിച്ച് ചേട്ടൻ കേട്ടിട്ടുണ്ടാവാം. ഉണ്ട്. ഇപ്പോൾ പ്രജിത്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരനുണ്ട് ചേർത്തല ആലപ്പുഴ സൈഡിൽ. അപ്പം ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ എൻ്റെ അനിയനായിട്ട് പ്രജിത്തിനെ കാസ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഞാൻ ആക്കിയോളാൻ പറഞ്ഞു. കാരണം രൂപം കൊണ്ട് കറക്റ്റാണത്. പ്രജിത്ത് അതെ, രൂപം ഏകദേശതാണ്. അപ്പോൾ എന്നോട് വെച്ചാൽ അനിയനായിട്ട് കാസ്റ്റ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം അതൊരു നല്ല സംഭവമല്ലേ. ഓക്കെ. ഈ ഇന്നത്തെ ഈ പിറന്നാൾ എവിടെയാണ്? നാട്ടിലുണ്ടോ അതോ? ഇല്ല, ഞാനിവിടെ ഒരു ആവശ്യത്തിനായിട്ട് കണ്ണൂർ വന്നാണ്. ഇവിടെയാണ്
അപ്പോൾ മറ്റന്നാളെ ചെല്ലുള്ളൂ, 7-ാം തീയതി അവിടെ എത്തുള്ളൂ. 7-ാം തീയതി ഞങ്ങൾ അവിടെ ചെന്നാലും പിറന്നാളും തന്നെ ഒരു പിറന്ന നാൾ, ഒരു വയസ്സ് കൂടുകയല്ലേ, അത് അടുത്ത പിറന്നാൾ വരെ നിൽക്കും, ഒരു വർഷത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു ദിവസം ഞങ്ങൾ ആഘോഷിച്ചാൽ മതി. മോനും ഉണ്ട് ഇപ്പോൾ അവിടെ, മോനൊക്കെ ആയിട്ട് ഇങ്ങനെ 7-ാം തീയതി ചെന്നിട്ട് ഒരു അടിപൊളി ഉണ്ടാവും അവിടെ. എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. ഒരു പിറന്നാൾ ദിനത്തിൽ തന്നെ ഞങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകർക്ക് ചേട്ടനെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളുകൾ ഇതുപോലെ ഒരുപാട് പിറന്നാളുകൾ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ഭാവങ്ങളും. നന്ദി. ഓക്കെ, വളരെ സന്തോഷം.